ദൈവമേ, എന്തിനാ എന്റെ അച്ഛനെ ഈ പരീക്ഷണം? അച്ഛന്റെ മനസ്സ് ഈ മോൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? പണത്തിനു വേണ്ടിയോ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുടെ നല്ലതിനു വേണ്ടിയാ അച്ഛൻ രാഷ്ട്രീയ ജീവിതം തിരഞ്ഞെടുത്തത്. എല്ലാവർക്കും നാളിതുവരെ അച്ഛൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവത്തിന് നിരക്കാത്തതൊന്നും എന്റെ അച്ഛൻ ചെയ്തിട്ടില്ല. ഇതുവരെ അച്ഛൻ സമ്പാദിച്ച എല്ലാ സൽപ്പേരും നഷ്ടമായി അപമാനിതനായി എന്റെ അച്ഛൻ രാജിവെക്കാൻ നിർബന്ധിതനായി നിൽക്കുക. ഒരിക്കലും എന്റെ അച്ഛന് ഇങ്ങനൊരവസ്ഥ വരാൻ പാടില്ലായിരുന്നു. എന്റെ അച്ഛന്റെ നിരപരാധിത്വം തെളിയിക്കണം. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ പാടില്ല. എന്റെ അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ളത് ആരായാലും അവര് പുറത്തു വരണം. എന്റെ അച്ഛന്റെ സത്യസന്ധത എല്ലാവരും മനസ്സിലാക്കണം. എന്റെ പേര് ദിലീപ്, അലോക് ദിലീപ്. മിസ്റ്റർ ഹരികുമാർ, വളച്ച ചുറ്റലുകളൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം. അതാണ് എന്റെ ഒരു സ്റ്റൈല്. ഓ ആയിക്കോട്ടെ. ബാംഗ്ലൂർ ബേസ് ചെയ്താണ് എന്റെ എല്ലാ ബിസിനസ്സും നടക്കുന്നത്. ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല. ബ്ലാക്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ, വൈറ്റ് ആണെങ്കിൽ അങ്ങനെ. ഇവിടെ പാലക്കാട് കോയമ്പത്തൂർ ബോർഡറില് എന്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഏത്? ആ 25 ഏക്കർ പ്രോജക്റ്റോ? യാ, അതന്നെ. ഓ, അവിടെ ഒരു ചെറിയ പെർമിഷൻ ഇഷ്യൂ. മിനിസ്റ്റർ പ്രതാപവർമ്മയായിട്ട് നിങ്ങള് വലിയ ക്ലോസ് ആണെന്നും ഈയിടെ വലിയൊരു ഡീല് നിങ്ങൾക്ക് ചെയ്തു തന്നൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, ഈ വാർത്ത അങ്ങ് ബാംഗ്ലൂർ വരെ എത്തിയോ? സത്യം പറയാലോ എന്റെ പൊന്നു സാറേ, നിങ്ങൾ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ പ്രതാപവർമ്മ സാറുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇവിടെ ഈ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ബ്രോക്കറുണ്ട്, ബ്രോക്കർ ബാബു. അയാൾ ഈ മിനിസ്റ്ററുടെ അനന്തരവൻ ദീപക്കുമായുള്ള ബന്ധം വെച്ച് എനിക്ക് ഒപ്പിച്ചു തന്നതാ വർമ്മ സാറിന്റെ ഒപ്പ്. ചില്ലറ കുറച്ച് ചെലവായി കേട്ടോ. ക്യാഷ് ചെലവാക്കാതെ കാര്യം നടക്കില്ലല്ലോ ഹരി. ഒരു കാര്യം ചെയ്യ്, എനിക്ക് വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ അനന്തരവനുമായിട്ട് ഒന്ന് സംസാരിക്കും. എന്റെ ആവശ്യം സാധിച്ചു തരുന്നതിന് 3 കോടിയാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഡീൽ ഓക്കെ ആണെങ്കിൽ 1 കോടി ഇന്ന് തന്നെ അഡ്വാൻസ്. ഈ ഡീല് ഞാൻ ഇപ്പൊ ഓക്കെ പറഞ്ഞ 2 കോടി എനിക്കില്ല. സാറൊന്ന് വെയിറ്റ് ചെയ്യും. വർഷങ്ങൾ കൊണ്ട് ഞാൻ പടുത്തുയർത്തിയ എന്റെ പ്രതിച്ഛായ ചില്ലറ കാശിന് നീ വിറ്റോടാ. വാ തുറന്ന് സംസാരിക്കടാ. എനിക്ക് സത്യമായിട്ട് ഇതൊന്നും അറിയ പോലും ഇല്ല അമ്മാവ. ദേ ഈ രാജുവിന് നമ്മുടെ വീട്ടില് വീണ്ടും അമ്മാവന്റെ പി ആയിട്ട് നിൽക്കാനുള്ള അടവാ ഇതൊക്കെ. സർ, എന്നെ ഒന്ന് വിശ്വസിക്കാം അമ്മാവ. രാജു, നിന്നെ പോലെ ചില്ലറ പോലും ചെലവാക്കാനില്ലാതെ കാശ് കാണാതെ വളർന്നവനല്ല എന്റെ മകൻ. വായില് സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് പൂത്ത കാശിന്റെ പുറത്ത് കിടന്നുറങ്ങിയവനാ എന്റെ മകൻ. സ്വന്തം ഗുരുനാഥനായി പ്രതാപനെ പൂജിക്കുന്ന എന്റെ മകന് നേരെ എന്തും പറയാമെന്ന് നീ കരുതിയോ? അവന് കാശിന്റെ ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിക്കും. അല്ലാതെ
നീ ഈ പറഞ്ഞ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം എന്റെ മോനില്ല. അവനോട് മനസ്സിൽ വിദ്വേഷം ഉണ്ടെന്ന് വെച്ച് ഇങ്ങനെ കണ്ണു പൊട്ടുന്ന നുണ പറയരുത് രാജു. അമ്മായി, രാജുവിന് നുണ പറയേണ്ട കാര്യമില്ല. എന്താ നടന്നതെന്ന് അയാള് പറയട്ടെ. ഡോ, പറഞ്ഞോ, അവിടെ വെച്ച് താൻ എന്താണ് എന്നോട് പറഞ്ഞത്? അതിവിടെ വർമ്മ സാറിന്റെ മുന്നിൽ വെച്ച് പറ. താൻ സത്യം പറയുന്നോ അതോ ഞാൻ പറയാം. എന്നെ ഇനി ഒന്നും ചെയ്യരുത്. ശരിക്കും നടന്നെന്താണെന്ന് വെച്ചാ ഞാൻ വർമ്മ സാറിനോട് പറയാം. വർമ്മ സാറേ, ശരിക്കും നടന്നെന്താണെന്ന് വെച്ചാ എന്നോട് സാറേ എന്നോട് ക്ഷമിക്കണം സാറേ. കാശിനൊരു ആവശ്യം വന്നപ്പോ പറ്റിപ്പോയതാ സാറേ. എന്നോട് ക്ഷമിക്കണം സാറേ. താനിത് എന്തൊക്കെയായി പറയുന്ന? ഏയ്, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആരാ ശരിക്കും എന്റെ സിഗ്നേച്ചർ മിസ്യൂസ് ചെയ്തേ? ഇയാൾ പറഞ്ഞു ശരിയാ സാറേ.